അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർക്കാണ്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം, ലൈക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ആ ക്രെഡിറ്റ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്. അപ്പോൾ അതിന് പല പ്ലാറ്റ്ഫോംസ് ആണ് ആൾക്കാർ യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാറ്റ്ഫോംസ്, ഞാൻ ഓൾറെഡി ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ അതിനും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു പ്ലാറ്റ്ഫോം വന്നിരിക്കുകയാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിലുള്ള കുറേ പ്ലാറ്റ്ഫോംസിൽ കൺവീനിയൻസ് ഫീ നല്ല കൂടുതലായിരിക്കും. നമ്മൾ ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ് എടുക്കുന്നതെങ്കിൽ ലൈക്ക് ഫോർ 30,000 ചിലപ്പോൾ ഒരു 1,000 റുപ്പീസൊക്കെ ചിലപ്പം കൺവീനിയൻസ് ഫീ ആയിട്ട് പോകും. സോ വിച്ച് ഈസ് നമ്മൾ തന്നെ തിരിച്ചടക്കണം. അപ്പം കൺവീനിയൻസ് ഫീ ഭയങ്കര കൂടുതലാണ്. അതേപോലെ വേറെ കുറേ ഫീസൊക്കെ ഉണ്ട്, ലൈക്ക് ആ ഒരു ബാങ്കും പിന്നെ ആ ഒരു ക്രെഡിറ്റിൻ്റെ ആ ഒരു ഏജൻസിയൊക്കെ ആയിട്ടൊരു രീതിയിൽ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കുറച്ച് അയവുള്ള വേറൊരു പ്ലാറ്റ്ഫോമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഞാൻ പറയുന്നില്ല പൂർണ്ണമായിട്ടും പ്രോസസ്സിംഗ് ഫീ ഒന്നും ഇല്ലാതെ വന്നു, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബട്ട് ഞാൻ ഒരു പ്ലാറ്റ്ഫോം സജസ്റ്റ് ചെയ്യും. അതിനകത്ത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോസസ്സിംഗ് ഫീ കുറയുന്നുണ്ട്, താരതമ്യേന കൊള്ളാവുന്നതാണ്. ഈ പ്ലാറ്റ്ഫോമാണ് ഗോപൈസയുടെ ഇൻസ്റ്റന്റ് മണി പ്ലാറ്റ്ഫോമാണ്. അപ്പം ഗോപൈസ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു ക്രെഡിറ്റ് വെച്ചിട്ട് ഫണ്ട് നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും വിത്ത് ലെസ് കൺവീനിയൻസ് ഫീ ഓർ പ്രോസസ്സിംഗ് ഫീ. ഭയങ്കര കുറവായിരിക്കും. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഗോപൈസ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് സൈൻ ഇൻ്റെ ഓപ്ഷൻ കാണിക്കും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, ഗൂഗിളിലെ ഇമെയിൽ ഐ ഡിയോ ഏതെങ്കിലും ഇമെയിൽ ഐ ഡി യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് സൈൻ ഇൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ആ ഒരു മെയിൻ ഡാഷ്ബോർഡ് പേജ് വരുമ്പോൾ അവിടെ പല സെക്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഇൻസ്റ്റന്റ് മണി എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, അതേ ടാപ്പ് ചെയ്യുക. സോ ഇത് പറയുന്നതിന് മുമ്പേ നിങ്ങൾ നല്ല രീതിയിൽ അനാലിസിസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരു ഡീപ്പ് സ്റ്റഡി നടത്തിയിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്ത് നോക്കാൻ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നതാണ്, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്നുള്ളത്. അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവരെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ റിസർച്ച് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഇറ്റ്സ് വർക്കിംഗ് ആൻഡ് ഇറ്റ്സ് ഫൈൻ, ബട്ട് നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് എന്തായാലും ചെയ്യണം, എന്നിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്ത് നോക്കാവുള്ളൂ. സോ അതൊരു കാര്യം പറയാനുണ്ട്. ഇൻസ്റ്റന്റ് മണി സെക്ഷൻ എടുക്കുക, അവിടെ ലെറ്റ്സ് ഗോയിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കുറച്ച് പെർമിഷൻസ് ഒക്കെ കൊടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് സിം ആണോ സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു സിം, അതായത് ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള ആ ഒരു സിം സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും പാൻ കാർഡ് അടിക്കാൻ പറയും. അപ്പം പാൻ കാർഡ് എന്ന് വെച്ചാൽ പാൻ കാർഡ് വെരിഫിക്കേഷന് വേണ്ടി നിങ്ങൾക്ക് പാൻ കാർഡ് അവിടെ ഡീറ്റെയിൽസും, അതായത് നിങ്ങളുടെ പേരും പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കുക. പാൻ കാർഡ് ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം വെരിഫൈ ആൻഡ് കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പേ വയ ക്രെഡിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ ആണ്, അതേ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പല യൂസ് കേസ് സെക്ഷൻസ് കാണിക്കും, പല പ്രോസസ്സിംഗ് ഫീ കുറവുള്ള യൂസ് കേസുകൾ. അതിനകത്ത് ട്യൂഷൻ എന്ന് പറയുന്ന യൂസ് കേസ് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ വേണ്ടത് ആ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് റിസീവറിൻ്റെ, അതായത് നമ്മൾ ഇത് ഏത് അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഒരു റിസീവറിന് ഇൻഫർമേഷൻസ് കൊടുക്കുക. നിങ്ങളുടെ ആയിരിക്കും, നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ആയിരിക്കും, ഫ്രണ്ട്സിൻ്റെ ആയിരിക്കും. അപ്പോൾ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, അവരുടെ നെയിമും അക്കൗണ്ടും പിന്നെ IFSC കോഡും കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം നമ്മൾ എത്തുന്ന പേയ്മെൻറ്റ് സമ്മറി പേജിലാണ്. ഇവിടെ നമ്മൾ കൊടുത്ത എമൗണ്ട്, അതേപോലെ ആ ഒരു പ്രോസസ്സിംഗ് ഫീ കാണിക്കും. അതുപോലെ അതിൻ്റെ താഴെ അപ്ലൈ കൂപ്പൺ എന്ന് പറയുന്ന ബട്ടൺ കാണിക്കും. അപ്പോൾ ഈ പ്രോസസ്സിംഗ് ഫീ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത യൂസ് കേസ്, ട്യൂഷൻ ആണെങ്കിൽ ആ ഒരു യൂസ് കേസിനനുസരിച്ച് ഒരു പ്രോസസ്സിംഗ് ഫീ ആയിരിക്കും. അത് നമ്മൾ കൊടുത്ത എമൗണ്ടിനനുസരിച്ചായിരിക്കും വരുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഒരു അപ്ലൈ കൂപ്പൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് പ്രധാനപ്പെട്ട പോയിന്റ് ഇരിക്കുന്നത്. ഹോൾ പോയിന്റ് ഇവിടെയാണ്. ഈ അപ്ലൈ കൂപ്പൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് GP53 എന്ന് പറഞ്ഞ കൂപ്പൺ യൂസ് ചെയ്യുകയാണെങ്കിൽ എത്രയാണോ പ്രോസസ്സിംഗ് ഫീ, ലൈക്ക് ഇപ്പം 800 ആണെങ്കിൽ അത് 400 അല്ലെങ്കിൽ 400 താഴെ 350 370 ആ റേഞ്ചിലേക്ക് താഴും. അതായത് ഫ്ലാറ്റ് 50 താഴും. അത്രയും പ്രോസസ്സിംഗ് ഫീ നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ടഡ് ആയിട്ട് സ്ലാഷ് ആയി പോകും. അപ്പോൾ ഈ കൂപ്പൺ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പേയ്മെൻറ്റ് സമ്മറിൽ ഫൈനൽ ടോട്ടലിൽ ആ ഒരു ഡിഡക്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അപ്ലൈ ചെയ്ത കൂപ്പണിൻ്റെ ഡിഡക്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രാൻസ്ഫർ മെത്തേഡ് ചൂസ് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ക്രെഡിറ്റ് കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് OTP വെരിഫിക്കേഷൻ ഒക്കെ ശേഷം നിങ്ങൾക്ക് ഫൈനലി ആ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലുള്ള സമ്മറി പേജ് വരും. ആ ഒരു സമ്മറി പേജ് കാണിച്ചതിന് ശേഷം ലൈക്ക് 2 to 3 hours നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്രെഡിറ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതായിരിക്കും. മാക്സിമം 48 hours, ദാറ്റ്സ് ഓൾ. ബട്ട് 2 to 3 hours കാണിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിലുള്ള എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പ്രോസസ്സിംഗ് ഫീ ഭയങ്കര കുറവാണ്, അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പ്രോസസ്സിംഗ് ഫീ കുറവാണ്. അപ്പം എന്ന് വെച്ചാൽ ഇല്ലെന്നല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു നമ്മുടെ ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രോസസ്സിംഗ് ഫീ, അതേപോലെ ജനറലി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സിംഗ് ഫീ കുറവാണ്. ആ ഒരു രീതിയിൽ എന്തായാലും പറ്റുന്നവർ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതായത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചിട്ട്, ആദ്യമായിട്ട് ചെയ്യുന്നവരാണ് നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. അല്ലാതെ ചെയ്യുന്നവർക്കാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്നാലും നിങ്ങൾ കെയർഫുൾ ആയിരിക്കും, അത്രേ പറയാനുള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരും. എല്ലാവർക്കും